കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി പൂജാരിയോട് ചോദിക്കുക, തിരുമേനി ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്നേരം ആ പൂജാരി പറയണേ, ഇതൊരു ചെറിയ ക്ഷേത്രമാണല്ലോ, ഇവിടെ അങ്ങനെ വലിയ ചടങ്ങുകളൊന്നും നടക്കാറില്ല. പിന്നെ ഇവിടെ എന്തൊരു ചടങ്ങ് നടന്നു കഴിഞ്ഞാലും അത് ഞാൻ അറിയാതിരിക്കുകയില്ല. എന്നാലും തിരുമേനി അന്ന് ഉച്ച സമയത്ത് വല്ലതും. അന്നേരം പൂജാരി ചോദിക്കണേ, മാഡത്തിന് സംശയം ഇനി അമ്പലത്തിൽ വന്ന് ദമ്പതികൾ ആരെങ്കിലും താലിയിട്ടോന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ സംശയം മാറ്റാനൊരു വഴിയുണ്ട്. ഇവിടെ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ തിരുമേനി. അതിനെന്താ, മാഡം എന്തിനാ എങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മാഡത്തിന് അതിലുള്ള അധികാരമില്ലേ? വരൂ മാഡം. അങ്ങനെ ശാലിനി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ. തിരുമേനി, ഇത് മനസ്സിലായില്ലേ? നമ്മുടെ കളക്ടറാ. ആ, എനിക്കറിയാം. മാഡത്തിന് നവംബർ 9-ാം തീയതിയിലെ CCTV ദൃശ്യങ്ങളൊന്ന് പരിശോധിക്കണമെന്ന്. അതൊന്ന് എടുത്തു കൊടുത്തേ. അങ്ങനെ അയാൾ നവംബർ 9-ാം തീയതിയിലെ ദൃശ്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുവാണ്. മാഡം, ഇതാ നോക്കിക്കോളൂ. അങ്ങനെ ശാലിനി ആ ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞ് വിഷ്ണുവും കാർത്തികയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ലെന്ന് ശാലിനിക്ക് മനസ്സിലാകുക. പൂജാരി ചോദിക്കുക, എന്തായി മാഡം, അന്നിവിടെ വിവാഹങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ? ഇല്ല, താങ്ക് യു. അല്ല മാഡം, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതെൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഒത്തിരി നന്ദി. അങ്ങനെ പറഞ്ഞ് ശാലിനി അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ പുറത്തെത്തി ശാലിനി ഒത്തിരി സന്തോഷത്തോടെ ശ്യാമയെ ഫോണിൽ വിളിക്കുക. കുഞ്ഞേച്ചി, എന്താ കാര്യങ്ങളൊക്കെ? അന്നേരം ശാലിനി പറയണേ, മോളെ, എൻ്റെ സംശയം ശരിയായിരുന്നു. വിഷ്ണുവേട്ടനെ കാർത്തികയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ അമ്പലത്തിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചു. അവർ രണ്ടാളും ആ ദിവസം ഈ അമ്പലത്തിൽ പോലും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വിഷ്ണുവേട്ടനും കാർത്തികയും കൂടി എന്തിനായിരിക്കും കള്ളം പറഞ്ഞത്? അതിൻ്റെ കാരണം എന്തായിരിക്കും കുഞ്ഞേച്ചി? ആ സമയം ശാലിനി പറയണേ, അതെന്താണെന്നറിയില്ല. എന്തൊരു വലിയ രഹസ്യം അവർ ഒളിപ്പിക്കുന്നുണ്ട്. ഇതേപോലുള്ള കാലത്തിൽ കള്ളം പറയണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരിക്കും. അതെന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. കാർത്തിക ഒരു പേരും കള്ളിയോ കുഞ്ഞേച്ചി? അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടാലേ അറിയാം. ഈ സമയം ശാലിനി പറയണേ, അതെ, എന്താണെങ്കിലും കാർത്തിക ആരാണെന്നും അവൾ ഒളിപ്പിക്കുന്ന രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ അവളും മധുശ്രീയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് തിരിച്ചറിയണം. അതുവരെ നീ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. ശരി കുഞ്ഞേച്ചി, ഞാൻ കുഞ്ഞേച്ചി പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. പിന്നീട് കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ശാരദാമ്മ അന്ന് ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുവാണ്. നിങ്ങൾ എന്തെങ്കിലും സത്യം തിരിച്ചറിയും സത്യാമ്മേ, അന്ന് നിങ്ങൾ അനുഭവിക്കും. ചെയ്തത് തെറ്റായി പോയിന്ന് നിങ്ങൾക്ക് തോന്നും. പിന്നീട് ശാന്തി മുഹൂർത്തത്തിന് മുഹൂർത്തം കുറിക്കാമെന്ന ആ ജ്യോത്സ്യൻ ഈ മാസത്തിൽ തന്നെ മുഹൂർത്തങ്ങളില്ല എന്ന് പറഞ്ഞ് പോയ കാര്യവും അതൊക്കെ ഭാമ ഓർക്കുവാണ്. എന്നിട്ട് ഫോൺ എടുത്ത് വക്കീലിനെ വിളിച്ച് നാളെ തന്നെ ഇങ്ങോട്ടേക്ക് വരണമെന്നും മറ്റു ചില കാര്യങ്ങളും വക്കീലിനോട് പറയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഭാമ പറയണേ, ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം നടത്തേണ്ടതെന്ന് ഈ ഭാമക്കറിയാം. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഹോളിലിരിക്കുന്ന ഭാമേനെയും രാഘവനെയൊക്കെയാണ് കേട്ടോ. ഈ സമയം ചായയുമായിട്ട് പൊന്നി അവിടെ വരുവാണ്. അന്നേരം ഭാമ പറയണേ, പൊന്നി, ഇന്നാർക്കും മുകളിലും താഴെയൊക്കെ ആയിട്ട് ചായ കൊടുക്കണ്ട. ചായ ഇവിടെ തന്നെ വെച്ചാൽ മതി. എല്ലാവരും ഇവിടെ വന്ന് കുടിക്കട്ടെ. പിന്നെ ശ്യാമ എവിടെയാണ്? ശ്യാമ മാഡം അടുക്കളയിലുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് ശ്യാമ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് തന്നെ. പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടി എടുത്തോ. അന്നേരം പൊന്നി പറയണേ, അല്ല പപ്പിമോള് ചായ കുടിക്കില്ലല്ലോ, പിന്നെ ആർക്കാ ചായ? ഗസ്റ്റുകൾ വല്ലതും ഉണ്ടോ? അതൊന്നും നീ ചോദിക്കണ്ട. നീ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി, പോ. അങ്ങനെ പൊന്നിയാകത്തേക്ക് പോകുവാണ്. ഈ സമയം വിഷ്ണു താഴത്തേക്ക് വരുമായിരിക്കും. അന്നേരം ഭാമ പറയണേ, വിഷ്ണു, കാർത്തിക എവിടെ? റൂമിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് അവളെ വിളിച്ചിട്ട് വാ. വേഗം ചെല്ലു വിഷ്ണു. അങ്ങനെ വിഷ്ണു റൂമിലേക്ക് തിരിച്ചു പോകുവാണ്. ഈ സമയം ശ്യാമയും കുട്ടി പൊന്നി അവിടെ എത്തുവാണ് കേട്ടോ. എന്താ സത്യാമ്മേ, എന്തിനെന്നെ വിളിച്ചത്? അന്നേരം ഭാമ പറയണേ, ശ്യാമേ, നീ അവിടെ ഇരിക്കുക. രോഹിത്തില്ലല്ലോ. ആ നിലക്ക് നീയും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യമോ? ചുമതല ഏറ്റെടുക്കേണ്ടവർ അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടറിഞ്ഞത് ചെയ്യേണ്ടി വരില്ലേ? ഈ സമയം രാഘവൻ പറയുന്നുണ്ട്, അല്ല ഭാമേ, ഇവിടുത്തെ ഒരു മരുമോള് ഏത് നേരവും അടുക്കളയിലാണ്. മറ്റൊരു മരുമോളാണെങ്കിൽ ഏത് സമയവും റൂമിൽ പോയി കഥ കടിച്ചിരിക്കും. അതിനെക്കുറിച്ച് നിനക്കൊന്നും പറയാനില്ലേ? അങ്ങനെയൊക്കെ അവരോരൊന്ന് പറഞ്ഞിരിക്കുന്ന ആ സമയത്തായിരിക്കോട്ടോ വക്കീൽ അവിടെ എത്തുന്നത്. വക്കീലിനെ കാണുമ്പോൾ രാഘവൻ പറയണേ, വക്കീലെ, നിങ്ങളായിരുന്നോ ഭാമ പറഞ്ഞ വിശിഷ്ടാതിഥി? അന്നേരം വക്കീൽ ചോദിക്കണേ, അല്ല സത്യാമ്മ ഒന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല വക്കീല്. വക്കീലിരിക്കും. ഇവിടെയുള്ളവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെയുള്ള എല്ലാവരും എന്നെ എതിർക്കുന്നവരാ. ഈ സമയം വിഷ്ണുവും കാർത്തികയും കുട്ടി താഴെത്തുവാണ്. അന്നേരം ഭാമ പറയണേ, വിഷ്ണു, നീ എന്ത് അവിടെ ഇരിക്കും? അങ്ങനെ കാർത്തികയെ കാണുമ്പോൾ വക്കീൽ ചോദിക്കണേ, സത്യാമ്മേ, ഇതാണോ പറഞ്ഞ കുട്ടി? അതെ, ഇതാ കാർത്തിക, എൻ്റെ മോൻ വിഷ്ണുവിൻ്റെ ഭാര്യ. ഇവരുടെ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കേൾക്കുന്നതും വിഷ്ണുവും കാർത്തിക അങ്ങ് ഷോക്കാകുവാണ്. ഈ സമയം വക്കീൽ പറയണേ, വിവാഹം ഈ അടുത്തിടക്കല്ലേ കഴിഞ്ഞത്? വിവാഹം നടന്നത് അമ്പലത്തിലാണെന്നല്ലേ പറഞ്ഞത്? ഏതമ്പലത്തിൽ വെച്ചാണ് നടന്നത്? അന്നേരം ഭാമ വിഷ്ണുവിനോട് ചോദിക്കണേ, എടാ ഏതമ്പലമായിരുന്നെടാ? അന്നേരം വിഷ്ണു അമ്പലത്തിൻ്റെ പേര് മറന്നു പോകുക.
അയ്യോ ഭഗവാനെ പെട്ടല്ലോ, ഏതാ അമ്പലം? ഈ സമയം വക്കീൽ പറയുന്നുണ്ട്, അമ്പലത്തിലെ രജിസ്റ്ററിൽ നിങ്ങൾ രണ്ടാളും വിവാഹം കഴിഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാകുമല്ലോ, അതവിടെ നിന്ന് കളക്ട് ചെയ്യണം. അതിനുശേഷം അടുത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അപേക്ഷിച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടും. അമ്പലം ഏതാണെന്ന് പറയുവാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഏതാ അമ്പലം? അന്നേരം പാമ്പ വീണ്ടും ചോദിക്കുക, വിഷ്ണു അമ്പലം ഏതാന്ന് പറ. ആ സമയം വിഷ്ണു എന്ന് പറയുക, അത് പിന്നെ അമ്മേ അമ്പലം മോളെ കാർത്തികേ നീ പറ. അന്നേരം കാർത്തികേ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണോ. അന്നേരം രാഘവൻ പറയുക, പാലോട് മഹാദേവ ക്ഷേത്രം. അവിടെ പോയി കല്യാണം കഴിച്ചവർക്കറിയില്ല അമ്പലം ഏതാന്ന്, പറഞ്ഞു കേട്ട എനിക്കറിയാം. അല്ല പെട്ടെന്ന് എന്താ വിവാഹ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിനക്ക് തോന്നാൻ കാരണം? അന്നേരം ബാമ പറയണേ, ഇവിടെ ഓരോരുത്തർ അവകാശം ചോദിച്ച് വലിഞ്ഞേറി വരുന്നുണ്ടല്ലോ, അങ്ങനെ ഇനി ആരെങ്കിലും വന്നാൽ അവർക്ക് മുമ്പിലെടുത്ത് കാണിക്കാനാ. ഈ സമയം വക്കീൽ ചോദിക്കണേ, അല്ല അവകാശം ചോദിച്ച് ആര് വന്നു എന്നാണ് പറഞ്ഞത്? അന്നേരം രാഘവൻ പറയണേ, വിഷ്ണുവിൻ്റെ ഭാര്യ ശാലിനി. വിഷ്ണുവിൻ്റെ ഭാര്യ ശാലിനിയാണോ? ആ സമയം ബാമ പറയണേ, അല്ല ഇപ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യ ദേ ഈ നിൽക്കുന്ന കാർത്തികയാ. അല്ല സത്യാമ്മേ, അപ്പോൾ വിഷ്ണു ആദ്യം താലി കെട്ടിയത് ശാലിനിയുടെ കഴുത്തിലായിരുന്നോ? അതേന്ന് ബാമ പറയുക. അപ്പോൾ ആ ബന്ധം വേർപെടുത്തിയോ? ആദ്യ ഭാര്യ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ബന്ധം വേർപെടുത്തി ഡിവോഴ്സ് ചെയ്ത് പോവുകയോ ചെയ്താൽ മാത്രമേ നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. അല്ല വക്കീൽ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? അല്ല ഈ പറഞ്ഞ വിഷ്ണു ശാലിനിയുമായിട്ട് ഡിവോഴ്സ് നടന്നിട്ടുണ്ടോ? ഇല്ല. സത്യമേ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ആദ്യ ഭാര്യയുമായിട്ടുള്ള ബന്ധം വേർപെടുത്താതെയാണോ വീണ്ടും വിവാഹം കഴിച്ചത്? അത് വലിയൊരു ക്രൈമാണ്. വിവാഹ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ഡൈവോഴ്സ് പേപ്പറാണ്. ഇവർ രണ്ടാളും തമ്മിൽ ബന്ധം വേർപെടുത്തി എന്നുള്ള ഡൈവോഴ്സ് പെറ്റീഷൻ. അന്നേരം ഭാമ പറയണേ, ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ശരി, വക്കീൽ ഇതിന് പേപ്പേഴ്സ് തന്നാൽ മതി. വിഷ്ണു നീ അതിൽ ഒപ്പിടില്ലേ? അതേക്കുറിച്ചും വിഷ്ണു പറയണേ, അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എന്നെ ജയിലിലാക്കാനാണോ അമ്മ ആലോചിക്കുന്നത്? ഞാൻ ഓൾറെഡി കാർത്തികയുടെ കഴുത്തി താലി കിട്ടിയില്ലേ, ഇനിയിപ്പോൾ ഡിവോഴ്സ് പേപ്പറും കൂടി ശാലിനിക്ക് അയച്ചു കൊടുത്താൽ ശാലിനി അയാളുടെ അധികാരം വെച്ച് എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യില്ലേ? അയാളിപ്പോൾ IAS അല്ലേ, ഞാനപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും അമ്മേ. അന്നേരം ഭാമ പറയണേ, അയ്യോ അത് ശരിയാ, അവൾ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും. ശരി പിന്നെ ഇപ്പം എന്ത് ചെയ്യും വക്കീലെ? അന്നേരം രാഘവനാണെങ്കിൽ ഭാമേനെ കുത്തിക്കൊണ്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും ഭാമക്കങ്ങ് ദേഷ്യം വരുക. കാലിലൊരു മുള്ളു കുത്തിക്കൊണ്ട് അത് എങ്ങനെ എടുക്കണമെന്ന് ഈ ഭാമക്ക് നന്നായിട്ട് അറിയാം. വക്കീല് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പേപ്പർ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. അന്നേരം വക്കീൽ അതിൻ്റെ പേപ്പറൊക്കെ കൊടുക്കുക. അതാണ് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള പേപ്പർ, അതിൽ രണ്ടാളും ഒപ്പിട്ടാൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി എന്നാൽ വക്കീൽ വെക്കോ, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ ഭാമ്യം അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിൽ ടെൻഷനോട് കൂടി നിൽക്കുന്ന വിഷ്ണുവിനെയാണ് കേട്ടോ. വിഷ്ണു അങ്ങനെ വക്കീൽ പറഞ്ഞ കാര്യങ്ങളും പിന്നീട് ഭാമ പറഞ്ഞ കാര്യവും ഡിവോഴ്സിൻ്റെ ആ കാര്യങ്ങളും അതിനുള്ള പേപ്പറൊക്കെ ഭാമ മേടിച്ച ആ സംഭവങ്ങളെല്ലാം ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് വട്ടുപിടിച്ച് നിൽക്കുകയാണ് വിഷ്ണു. അങ്ങനെ നിൽക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്